നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാത്തിരിപ്പിന് അറുതി. നവീകരിച്ച മലപ്പുറം KSRTC ബസ് ടെർമിനൽ മന്ത്രി ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് വിമൻ ഡെന്റൽ കൗൺസിൽ ജാഗ്രതാ പ്രോഗ്രാം സംഘടിപ്പിച്ചു. വെട്ടം HMLP സ്കൂളിൽ പാഴ്പുതുക്കം പരിപാടി സംഘടിപ്പിച്ചു. വാഹനം തട്ടിപ്പരിക്ക് പറ്റിയ മയിലിന് ചികിത്സ നൽകി. തുഞ്ചൻ കോളേജിന്റെ സ്ഥലം സംരക്ഷിക്കും. MLAക്ക് മന്ത്രിയുടെ ഉറപ്പ്. കിണറ്റിലകപ്പെട്ട കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു. മലപ്പുറം ടെർമിനലിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം 3 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നാടിന് സമർപ്പിച്ചു. P. ഉബൈദുള്ള MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2,15,00,000 രൂപ ചെലവിലാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത്. ബാക്കി പ്രവൃത്തിക്കായി സർക്കാർ 5 കോടി അനുവദിച്ചിട്ടുമുണ്ട്. ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ചടങ്ങിൽ P. ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയായി. ഉദ്ഘാടനം പരിപാടിയിൽ ജില്ലാ കളക്ടർ VR വിനോദ്, KSRTC MTPS പ്രമോദ് ശങ്കർ, നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുൾ റഹ്മാൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പുൽപ്പറ്റ TC അബ്ദുറഹിമാൻ, പൂക്കോട്ടൂർ MT അലി, ആനക്കയം അടോട്ട്, കോഡൂർ റാഫിയ ചോലക്കൽ, മൊറയൂർ സുനിറ പൊറ്റമ്മൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ K. സലീന ടീച്ചർ, റൈഹാനത്ത് കുറുമാടൻ, നഗരസഭാ കൗൺസിലർമാരായ O. സഹദേവൻ, PSA ഷബീർ, ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺസൺ, പ്രൊജക്ട് സിവിൽ വർക്ക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM ഷറഫ് മുഹമ്മദ്, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ബെട്ട ന്യൂസ് മലപ്പുറം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് വിമൻ ഡെന്റൽ കൗൺസിൽ മൗലാന കോളേജ് ചേനരയിൽ വെച്ച് ജാഗ്രതാ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഡെന്നിസ് പോൾ ഉദ്ഘാടനം ചെയ്തു. സ്വപ്ന ടീച്ചർ അധ്യക്ഷസ്ഥാനം വഹിച്ച പരിപാടി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഡെന്നിസ് പോൾ ഉദ്ഘാടനം ചെയ്തു. കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരി ഉപയോഗം വരുത്തിവെക്കുന്ന വിനാശവും അതിന്റെ പ്രത്യാഘാതങ്ങളും വിശദീകരിച്ച് എക്സൈസ് ഓഫീസർ ജയകൃഷ്ണൻ PV ക്ലാസ് എടുത്തു. അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ ആൻഡ് സെറട്ടോണിൻ. കേട്ടോ, സെറട്ടോൺ. ഈ 2 ഘടകങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഏജിലുള്ള പ്രായത്തിലുള്ള ഈ യുവത്വ ഹോർമോൺസ് കുറേ ഉണ്ട്. അതിൻ്റെ ആധിക്യത്താൽ ഓൾറെഡി അത് നിങ്ങളുടെ ബ്രെയിനിൽ ഇൻബിൽറ്റ് ആണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ഹോർമോൺ കുറയാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല, എന്തിലും സന്തോഷം കിട്ടില്ല. സിഗരറ്റ് വലിക്കാൻ തുടങ്ങും. സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു ഇൻടോക്സിക്കേഷൻ നമുക്ക് തരുന്നു. അത് വലിക്കുമ്പോൾ ബ്രെയിനിലേക്ക് എത്തുന്നു, രക്തത്തിൽ കലരുന്നു. മിനിറ്റുകൾക്ക് അത് നിങ്ങളുടെ ബ്രെയിനിനെ അത് കുറച്ച് അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഫീൽ റിലാക്സ് തോന്നുന്നു. അതായത് ഇച്ചിരി ഡോപ്പമിൻ ഇച്ചിരി കൂടി, വളരെ ചെറിയ അളവിൽ കൂടി അത് നമ്മളൊന്ന് റിലാക്സ് ആവും.
പക്ഷെ അതിന് മാരകമായ പ്രത്യാഘാതങ്ങൾ വേറെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, നിക്കോട്ടിൻ അവിടെ നിൽക്കട്ടെ. ലഹരി മരുന്ന് ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞ 100ഓളം വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ അർഫത്ത് നിഷ ചൊല്ലിക്കൊടുക്കുകയും തുടർന്ന് സേ നോട്ട് ടു ഡ്രഗ്സ് ഭാഗമായി വിദ്യാർത്ഥികൾ സൈനിങ് ക്യാമ്പയിനിലും പങ്കെടുത്തു. പ്രിൻസിപ്പൽ സതീഷും അധ്യാപകരും പങ്കെടുത്ത പരിപാടി IDA തിരൂർ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ഫെമീഷ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് മംഗലം. വെട്ടം AHMLP സ്കൂളിൽ പാഴ്പുതുക്കം പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ ഫൈസൽ NP ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ശുചിത്വ മിഷൻ IRTC സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് പാഴ്പുതുക്കം. ഉപയോഗശേഷം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കടലാസ് വസ്തുക്കൾക്ക് പുതുരൂപം നൽകി വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിൽ അവയെ മാറ്റിയെടുക്കുന്ന പദ്ധതിയാണ് പാഴ്പുതുക്കം. സ്കൂൾ പ്രധാനാധ്യാപകൻ ഫൈസൽ NP ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വെട്ടം IRTC കോർഡിനേറ്റർ സന മുഖ്യാതിഥിയായും പങ്കെടുത്തു. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് വൈവിധ്യമാർന്ന വസ്തുക്കളാണ് കുട്ടികൾ തയ്യാറാക്കി വന്നത്. പാഴ്വസ്തുക്കളുടെ പുനരുപയോഗ സാധ്യതകൾ കുട്ടികൾക്കും നവ്യാനുഭവം മാറുകയും ചെയ്തു. പരിപാടികൾക്ക് അധ്യാപകരായ റജില VT, മുഹമ്മദ് U, ഫാസില KTO, ഫായിസ KT, ഹസ്ന CK, ലീന K എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വെട്ടം. വാഹനം തട്ടി പരിക്കുപറ്റിയ മയിലിന് ചികിത്സ നൽകി. താനൂർ നടക്കാവിൽ ഇന്ന് രാവിലെയാണ് വാഹനം തട്ടി പരിക്കുപറ്റിയ മയിലിനെ കണ്ടത്. താനൂർ വെറ്റിനറി ഹോസ്പിറ്റലിൽ വെച്ച് ചികിത്സ നൽകി മയിലിനെ RRTക്ക് കൈമാറും. നടക്കാവിൽ ഇന്ന് രാവിലെയാണ് വാഹനം തട്ടി പരിക്കുപറ്റിയ മയിലിനെ കണ്ടത്. നാട്ടുകാർ വിളിച്ചതിനെ തുടർന്ന് TDRF വോളണ്ടിയറും ഫോറസ്റ്റ് സ്നേക് വോളണ്ടിയറുമായ സലാം അഞ്ചുടിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സലാം അഞ്ചുടി RRTയെ വിവരമറിയിച്ചു. RRTന്റെ നിർദ്ദേശപ്രകാരം താനൂർ വെറ്റിനറി ഹോസ്പിറ്റലിലെത്തിച്ച് ചികിത്സ നൽകി മയിലിനെ RRTക്ക് കൈമാറും. ന്യൂസ് താനൂർ. മലയാളം സർവകലാശാല കെട്ടിട നിർമ്മാണത്തിനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ നിന്നും സ്ഥലം ഏറ്റെടുക്കില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു കുറുക്കോളി മൊയ്തീൻ MLAക്ക് ഉറപ്പു നൽകി. തുഞ്ചൻ മെമ്മോറിയൽ കോളേജ് ആരംഭിക്കുന്നതിന് 25 ഏക്കർ ഭൂമി ആവശ്യമുണ്ടായിരുന്ന സമയത്ത് പൊതുജനങ്ങളാണ് തുക സമാഹരിച്ച് 22 ഏക്കർ ഭൂമി വാങ്ങിയിരുന്നത് എന്നും അതിൽ നിന്ന് 5 ഏക്കർ ഭൂമി മലയാളം സർവകലാശാലയ്ക്കും 2 ഏക്കർ ഭൂമി റോഡ് വികസനത്തിനും നൽകിയിരുന്നു എന്ന വിവരം MLA മന്ത്രിയെ അറിയിച്ചു. ഇനിയും 5 ഏക്കർ ഭൂമി കൂടി കോളേജിൽ നിന്ന് മലയാളം സർവകലാശാലയ്ക്ക് നൽകുകയാണെങ്കിൽ 10 ഏക്കർ ഭൂമി മാത്രമേ ബാക്കിയുണ്ടാകുകയുള്ളൂ. ഇത് കോളേജിന്റെ ഭാവി വികസനത്തെ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്നും സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി പൊന്നും വിലക്ക് വാങ്ങിയ 10 ഏക്കർ ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ വികസനത്തിന് നാട്ടുകാർ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിന് വാങ്ങി നൽകിയ ഭൂമി സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് നീതീകരിക്കാൻ ആവില്ല എന്നും MLA പറഞ്ഞു. അതിനാൽ തിരൂരിലെ മലയാളം സർവകലാശാല കേരളത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലയായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ആവശ്യമുള്ള ഭൂമി വാങ്ങുന്നതിനുള്ള തുക അനുവദിക്കുന്നതിനും സർവകലാശാലയ്ക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്ന ഭൂമി ഉപയോഗപ്രദമാക്കുന്നതിനും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും MLA മന്ത്രിയോട് ആവശ്യപ്പെട്ടു. തിരൂർ തുഞ്ചൻപറമ്പ് മെമ്മോറിയൽ കോളേജിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഭാഗത്തുനിന്ന് നീക്കമില്ല എന്നും മലയാളം സർവകലാശാലയുടെ വികസനത്തിന് നിലവിലുള്ള ഭൂമിയിൽ തന്നെ കെട്ടിടങ്ങൾ നിർമ്മിക്കും എന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് തിരൂർ. കിണറ്റിലകപ്പെട്ട കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മംഗലം പഞ്ചായത്തിലെ ചെറുപുന്നയിൽ ഉച്ചയോടെയാണ് സംഭവം. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാണ്. കൃഷിയിടങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നത് മൂലം നാട്ടുകാരും വലിയ പ്രതിസന്ധിയിലായിരുന്നു. പല ഭാഗങ്ങളിലും കാട്ടുപന്നികളുടെയും മുള്ളൻ പന്നികളുടെയും ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് മംഗലം പഞ്ചായത്തിലെ ചെറുപുന്ന പൂപ്പറമ്പിൽ ഹാരിസിന്റെ വീട്ടിലെ കിണറിൽ വീണ കാട്ടുപന്നിയെ ഫോറസ്റ്റ് അധികൃതർ വെടിവെച്ചു കൊന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ചേന്നര, അസിസ്റ്റന്റ് സെക്രട്ടറി S. അനീഷ് എന്നിവർ സംഭവസ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് മംഗലം. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.